ഇറാന്റെ ഭൂഗർഭ സൈനിക താവളങ്ങളായ മിസൈൽ നഗരങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുകയാണ്. പരസ്യമായ പ്രതിരോധശേഷി വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ സൈനിക മേധാവികളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സും ഇത്തരം രഹസ്യ സങ്കേതങ്ങളുടെ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. പർവ്വതങ്ങൾ തുറന്നു നിർമ്മിച്ച ഇത്തരം ഭീമൻ നഗരങ്ങൾ ഇറാന്റെ ശക്തി കൂട്ടുകയാണ്. എന്താണ് ഇറാന്റെ മിസൈൽ നഗരങ്ങളെന്ന് നോക്കാം. ഇറാന്റെ സായുധസേനാ മേധാവി മേജർ ജനറൽ അലി അബ്ദുല്ലാഹി ഇത്തരമൊരു ഭൂഗർഭ മിസൈൽ കേന്ദ്രം സന്ദർശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കിലോമീറ്ററുകളോളം നീളമുള്ള ഭൂഗർഭ തുരങ്കങ്ങളുടെ വലിയൊരു ശൃംഖലയാണിത്. ഉപഗ്രഹങ്ങൾക്കോ ശത്രുരാജ്യങ്ങളുടെ റഡാറുകൾക്കോ കണ്ടെത്താനാകാത്ത വിധം നൂറുകണക്കിനടി ആഴത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളും കൂറ്റൻ പാറക്കെട്ടുകളും കൊണ്ട് നിർമ്മിച്ചതിനാൽ ശത്രുക്കളുടെ ശക്തമായ വ്യോമാക്രമണങ്ങളെയോ ബങ്കർ ബസ്റ്റർ ബോംബുകളെയോ അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. മിസൈലുകൾ സൂക്ഷിക്കാനുള്ള സംഭരണശാലകൾ, അവ വിക്ഷേപിക്കാനുള്ള ലോഞ്ചറുകൾ, അത്യാധുനിക കൺട്രോൾ റൂമുകൾ, എഞ്ചിനീയർമാർക്കും സൈനികർക്കുമുള്ള താമസം എന്നിവയെല്ലാം ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പ്രധാന ആയുധ ശേഖരങ്ങൾ, ഇറാൻ നിർമ്മിച്ച ഏറ്റവും അപകടകാരികളായ ദീർഘദൂര മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഖൈബർ ഷെക്കാൻ 1450 കിലോമീറ്റർ പരിധിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചാക്രമിക്കാൻ ശേഷിയുള്ളത്. ഫത്താഫ് ഇറാൻ അവകാശപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈലാണിത്. ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗത, സെജിൽ ഇമാദ്, ഇസ്രയേൽ വരെയോ അതിനപ്പുറമോ എത്താൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവ. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇറാൻ ഭൂഗർഭ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രഹസ്യ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് തന്നെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ ശേഷിയുണ്ടെന്ന് ശത്രു രാജ്യങ്ങൾക്ക് സന്ദേശം നൽകുകയാണ് ഇവർ. ഇറാന്റെ ഉപരിതലത്തിലുള്ള സൈനിക താവളങ്ങൾ തകർക്കപ്പെട്ടാലും ഭൂഗർഭ നഗരങ്ങളിൽ നിന്ന് തടസ്സമില്ലാതെ തിരിച്ചടി തുടരാൻ കഴിയുമെന്ന് വ്യക്തമാക്കുകയാണിത്. രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ എത്രത്തോളം മുന്നേറിയെന്ന് കാണിക്കുന്നതിലൂടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ചുരുക്കത്തിൽ വൻ ശക്തികളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സ്വന്തം മിസൈൽ ശേഷിയെ പൂർണ്ണമായും സംരക്ഷിക്കാനും ആവശ്യമെങ്കിൽ മിനിറ്റുകൾക്കകം വിക്ഷേപണം നടത്താനും ഇറാൻ ഒരുക്കിയ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളാണ് ഈ മിസൈൽ നഗരങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനവും ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായിരുന്ന വെടിനിർത്തൽ ധാരണ അന്തിമ കരാറിലെത്താതെ കാലഹരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. ധാരണ ലംഘിച്ചുവെന്ന ആരോപണം ഇരുപക്ഷവും പരസ്പരം ഉന്നയിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇറാൻ തന്റെ മിസൈൽ ഉൽപാദനശേഷി ഭൂഗർഭ ആയുധ കേന്ദ്രങ്ങളും വീണ്ടും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനിടെ ഇതുവരെ മറ്റൊരു രാജ്യത്തിനെതിരെയും ഉണ്ടാകാത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിൽ US. ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം US ട്രഷറി സ്കോട്ട് ബെസൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കുകയാണ് ഉദ്ദേശം. US-ന്റെ സഖ്യകക്ഷികളും മറ്റു രാജ്യങ്ങളും ഇറാനുമായി വ്യാപാര ബന്ധം ഉപേക്ഷിക്കണം. ഇതിന് തയ്യാറാകാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണിത്. എന്നാൽ ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം ഫലിക്കില്ലെന്ന് പ്രതികരിച്ച ഇറാൻ മറ്റു രാജ്യങ്ങളുമായി വ്യാപാരത്തിന് ബദൽ മാർഗങ്ങളുണ്ടെന്നും കൂട്ടിച്ചേർത്തു. സൈനിക രംഗത്ത് പരാജയപ്പെട്ടതുകൊണ്ടാണ് US ഇപ്പോൾ സാമ്പത്തിക യുദ്ധമായി എത്തിയത് എന്നും ഇറാൻ സൈന്യം കളിയാക്കി. അമേരിക്കൻ ഉപരോധം ശക്തമാക്കുന്നതിനിടെ രാജ്യത്തെ ആഭ്യന്തര പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. സമൂഹത്തിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിച്ച അദ്ദേഹം പണപ്പെരുപ്പം, ജീവിതച്ചെലവ്, തൊഴിലില്ലായ്മ, സുരക്ഷാ പ്രതിസന്ധി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ഇറാനെ സാമ്പത്തിക, സൈനിക, സുരക്ഷാ മേഖലകളിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും പെസഷ്കിയാൻ പറഞ്ഞു. ഓഗസ്റ്റ് 23 സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. ഇറാനെ ഒറ്റപ്പെടുത്താനും സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് പെസഷ്കിയാന്റെ പരാമർശം. ഇതിനകം തന്നെ കടുത്ത പണപ്പെരുപ്പം, കറൻസിയുടെ മൂല്യത്തിലെ വലിയ ചാഞ്ചാട്ടം, ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിലെ ഇടിവ് എന്നിവ ഇറാനെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ജീവിത ചെലവ് ഉയർന്നതിനെതിരെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് ഭരണ നേതൃത്വത്തിനെതിരെയുള്ള വ്യാപക പ്രക്ഷോഭമായി മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.